ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാവാൻ ലക്ഷ്യമിടുന്ന കേരളത്തിൽ രാഷ്ട്രീയക്കാരുടെ വേണ്ടപ്പെട്ടവർക്ക് പുനർനിയമനം നൽകുന്നത് തുടരുകയാണ്. നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി VC ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതുകൊണ്ടും പഠിക്കാതെയാണ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ പുനർനിയമനം. അവിടെ രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും പുനർനിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് പരാതി ഉയർന്നിരുന്നു. 6 മാസം മുൻപ് നിയമന കാലാവധി അവസാനിച്ച് സർവീസിൽ നിന്നും പിരിഞ്ഞുപോയ മുൻ രജിസ്ട്രാർക്കും പരീക്ഷാ കൺട്രോളർക്കും പുനർനിയമനം നൽകാനുള്ള സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനമാണ് ചട്ടവിരുദ്ധമായത്. സർവകലാശാലയ്ക്ക് നിയമപ്രകാരം സർവീസിൽ തുടരുന്നവർക്ക് അവരുടെ സേവനം തൃപ്തികരമാണ് എങ്കിൽ മറ്റൊരു ടേം കൂടി പുനർനിയമനം നൽകാൻ സർവകലാശാല നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സർവീസിൽ നിന്നും വിടുതൽ ചെയ്തവർക്ക് വീണ്ടും നിയമപ്രകാരമുള്ള സെലക്ഷൻ കമ്മിറ്റിയിലൂടെ മാത്രമേ നിയമനം നൽകുവാൻ വ്യവസ്ഥയുള്ളൂ. കണ്ണൂർ സർവകലാശാല VC-യായി പുനർനിയമനം നൽകിയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം പരിഗണിക്കവേ തുടർ നിയമനമായതുകൊണ്ട് തന്നെ സെർച്ച് കമ്മിറ്റി കൂടാതെ തന്നെ നിയമനം നൽകാവുന്നതാണ് എന്നും ഇടവേള കഴിഞ്ഞുള്ള നിയമനങ്ങൾ കമ്മിറ്റിയുടെ ശുപാർശയിൽ മാത്രമേ പാടുള്ളൂവെന്നും സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഒഴിവുവന്ന രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും നിയമനങ്ങൾക്ക് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കുകയും ലഭിച്ച അപേക്ഷകൾ സർവകലാശാലയുടെ പരിഗണനയിലുമാണ്. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് പുനർനിയമനം നൽകിയത്. ഈ സാഹചര്യത്തിൽ മുൻ രജിസ്ട്രാർക്കും മുൻ പരീക്ഷാ കൺട്രോളർക്കും പുനർനിയമനം നൽകുവാനുള്ള ചട്ടവിരുദ്ധമായ സിൻഡിക്കേറ്റ് തീരുമാനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള ഗവർണർക്കും സാങ്കേതിക സർവകലാശാല VC-ക്കും നിവേദനം നൽകി.